നമസ്കാരം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. സംസ്ഥാനമാകെ ശോഭായാത്രകളും ശ്രീകൃഷ്ണ വേഷങ്ങളും ഒക്കെ നിറയുന്ന ദിവസമാണ്. ഈ ദിവസത്തിൽ പോലും സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ജാഗ്രത അല്ലെങ്കിൽ ആശങ്ക ഏറുകയാണ്. തലസ്ഥാനത്തും അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിനെ തുടർന്ന് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും എന്തൊക്കെ പ്രതികരണങ്ങളാണ്, എത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് വരിക എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇത് ഏത് തരത്തിൽ ഒരു രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം ഉപയോഗിക്കും എന്നുള്ളതും കൂടി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ വി.ഡി. സതീശന്റെ പ്രതികരണം അടക്കം ഇതിനെ സംബന്ധിച്ച് കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു. ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ് എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അപ്പോൾ നിയമസഭയിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഒരായുധമാകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. ഇതിനോടൊപ്പം രാജ്യാന്തരത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തേക്ക് കടന്നാൽ ആഗോളതലത്തിൽ ഇസ്രായേലിനെതിരെ വലിയൊരു നീക്കം അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചൊരു ഉച്ചകോടി ദോഹയിൽ നടക്കുകയാണ്. നിരവധി രാജ്യങ്ങളിലെ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളിലെ വിദേശകാര്യ പ്രതിനിധികൾ അടക്കം പങ്കെടുക്കുന്ന ഒരു യോഗമാണ്. ഇസ്രായേലിനെതിരെ എന്ത് നടപടിയുണ്ടാകും, അതോടൊപ്പം അമേരിക്കയുടെ പങ്ക് എത്രത്തോളം ചർച്ചയാകും എന്നുള്ളതൊക്കെ തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾ നമുക്ക് നോക്കാം. കേരള വിഷന്റെ പുതിയൊരു വാർത്താ ബുള്ളറ്റിനിലേക്ക് പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 17-കാരന്റെ ആരോഗ്യനില തൃപ്തികരം. സ്വിമ്മിംഗ് പൂളിലെ വെള്ളം മൂക്കിൽ കയറിയതാണ് രോഗകാരണമെന്നാണ് റിപ്പോർട്ട്. കുട്ടിയും സുഹൃത്തുക്കളും ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ പൂളിൽ ഇറങ്ങിയത് ഓഗസ്റ്റ് 16-ന്. പൂളിൽ ഇറങ്ങിയവരുടെ വിവരം ശേഖരിച്ച് ആരോഗ്യവകുപ്പ്. വിവാദങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം. പോലീസ് അതിക്രമങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ ആയുധമാക്കാൻ പ്രതിപക്ഷം. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. നിയമസഭയിൽ എത്തുമോ എന്നതിൽ ആകാംക്ഷ. രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തെന്ന് കാണിച്ച് സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി. മാങ്കൂട്ടത്തിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കും. അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇന്ന് ദോഹയിൽ. അടിയന്തര ഉച്ചകോടി ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ. വിദേശകാര്യമന്ത്രിമാർ പങ്കെടുക്കും. ഇസ്രായേലിനെതിരായ തുടർ നടപടികൾ ചർച്ച ചെയ്യും. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. സംസ്ഥാനത്ത് ശോഭായാത്രകൾ അടക്കം വിപുലമായ പരിപാടികൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. ക്ഷേത്രത്തിൽ ഇന്ന് 200-ലധികം വിവാഹങ്ങൾ. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാക് പോരാട്ടം. വമ്പൻ ജയം ലക്ഷ്യമിട്ട് ഇന്ത്യ. മത്സരം രാത്രി 8 മണിക്ക് ദുബായിൽ.